ബിഗ് ബോസ് മലയാളം സംഭവബഹുലമായി പുരോഗമിക്കുകയാണ്. എവിക്ഷൻ ഉണ്ടാവില്ലെന്ന് പലരും പ്രവചിച്ച ആദ്യത്തെ ആഴ്ച മുൻഷി രഞ്ജിത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി. മുൻ സീസണിൽ നിന്ന് വളരെയധികം വേറിട്ട് നിൽക്കുന്ന മത്സര രീതിയാണ് ഇക്കുറി പ്രകടമായി കാണുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. മത്സരാർത്ഥികൾ തുടക്കം മുതൽ സംശയദൃഷ്ടിയോടെ പരസ്പരം കാണുന്ന സ്ഥിതിവിശേഷമാണ് ഇത്തവണത്തേത്. അതിൻ്റെ പ്രതിഫലം എന്നോണം ആദ്യ ദിവസങ്ങളിൽ തന്നെ പൊരിഞ്ഞാടി പലവട്ടം ബിഗ് ബോസിൽ നടന്നുവെന്നാണ് നിങ്ങൾക്ക് കൂട്ടി വായിക്കണം. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് പിന്നീട് കാണുന്നത്. മറ്റൊരു സുപ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ മോഹൻലാൽ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ പ്രൊമോയിൽ പല കാര്യങ്ങളും ഇപ്പോൾ ബിഗ് ബോസിൽ നടക്കുന്നു എന്നതാണ്. പ്രേക്ഷകർ ഇത് പലപ്പോഴായി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അതിന് പ്രധാനമാണ് ഒറ്റപ്പുഴ സ്ട്രാറ്റജി, വൈകാരിക കാർഡിറക്കൽ, ഗ്രൂപ്പിസം ഒക്കെ. ഇപ്പോഴും ഇത്തരം തന്ത്രങ്ങൾ ബിഗ് ബോസിൽ നിലനിൽക്കുന്നു എന്നത് ആദ്യ ആഴ്ച കൊണ്ട് തന്നെ പലർക്കും ബോധ്യമായി കാണും. മാത്രമല്ല പലരും മത്സരത്തേക്ക് പൂർണ്ണമായി ഇറങ്ങുന്നില്ലെന്ന് അവരുടെ ശരീരഭാഷ കണ്ടാൽ മനസ്സിലാകുകയും ചെയ്യും. ഇതൊക്കെ മറികടന്നാണ് ബിഗ് ബോസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ആദ്യപടിയായിരുന്നു ചില ടാസ്കുകൾ. എന്നാൽ അതിനിടയിൽ ഒറ്റതിരിഞ്ഞ ചില ആക്രമണങ്ങളും പ്രത്യാരോപണങ്ങളും ബിഗ് ബോസിൽ പതിവായിരുന്നു. റീനും അക്ബറും തമ്മിലുള്ള പ്രശ്നങ്ങൾ അപ്പുറം ഇപ്പോൾ ബിഗ് ബോസിൽ അനുമോൾ ജിസൈൽ യുദ്ധത്തിൻ്റെ സീസണാണ് എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. സീസണിൻ്റെ തുടക്കം മുതൽ അനുമോൾ കൃത്യമായി ജിസേലിന് പിന്നാലെയാണ്. അത് ഓരോ ദിവസം കഴിയുന്തോറും വഴക്കിലേക്ക് തെന്നിമാറുന്നത് ബിഗ് ബോസ് പ്രേക്ഷകർ തന്നെ ശ്രദ്ധയിലുണ്ടാവും. മേക്കപ്പ് പോസ്റ്ററോടെ ജിസേലിൻ്റെ അമിത താല്പര്യമാണ് അനുമോളെ ഇത്തരത്തിലുള്ള ഗെയിമിലേക്ക് എത്തിച്ചതെന്ന് വ്യക്തം. അതിൻ്റെ പേരിൽ ഇരുവരും ഇപ്പോൾ വഴക്കിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് എന്നാണ് പുതിയ ബിഗ് ബോസ് പ്രൊമോ ഉൾപ്പെടെ കാണിക്കുന്നത്. നേരത്തെ ബിഗ് ബോസിലെ മത്സരാർത്ഥികളിൽ പുരുഷന്മാർ എല്ലാവരും ജിസേലിൻ്റെ പിന്നാലെയാണെന്ന് അനുമോൾ പറയുന്നത് കാണാമായിരുന്നു. പലപ്പോഴായി ഇരുവരും തമ്മിൽ ബിഗ് ബോസിൽ ഏറ്റുമുട്ടാറുമുണ്ട്. അതിനിടയിലാണ് അനുമോൾ സഹമത്സരാർത്ഥിയായ ജിസേലിനെക്കുറിച്ച് പറയുന്നത്. പെണ്ണിനെ കണ്ടാൽ ഇങ്ങനെയും വീഴുന്ന ആണുങ്ങളുണ്ട്, കുറേ മൊണ്ണകൾ എന്നാണ് ബിഗ് ബോസിലെ പുരുഷന്മാരെ അനുമോൾ വിളിക്കുന്നത്. ഇരിക്കുന്ന എല്ലാ എണ്ണവും അങ്ങനെയാണ്. ആ അഫി ഒഴികെ ബാക്കി എല്ലാവരും അവളുടെ വാലിൽ തൂങ്ങിയാണ് നടക്കുന്നത്. എനിക്ക് പുള്ളിക്കാരെ ഒരു പേടിയുമില്ലെന്ന് അനുമോൾ പറയുന്നു. എന്നാൽ അനുമോൾക്ക് അസൂയയാണെന്നും പലപ്പോഴും അതിരുവിട്ട് സംസാരിക്കുന്നു എന്നൊക്കെയാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജിസേൽ നിയമലംഘനം കാണിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരും ഒട്ടും കുറവില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് നിന്നേക്കാൾ പൊക്കവും വലിപ്പവും ഒക്കെ ഉണ്ടെന്ന് ജിസേൽ പറഞ്ഞത് അത് ബോഡി ഷേമിംഗ് ആണെന്ന് പറഞ്ഞ് അനുമോൾ കരഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ വന്ന പ്രൊമോയിൽ കാര്യങ്ങൾ കൈവിട്ട നിലയിലാണ്. മത്സരാർത്ഥികൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ച് അനുമോളും ജിസേലും തമ്മിൽ വഴക്കുണ്ടാകുന്നു. അനുമോനെ ജിസേൽ കള്ളൻ എന്ന് വിളിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടക്കം. നിങ്ങൾ മോഷ്ടിക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കുന്ന അനുമോൾ ജിസേലിന് നേരെ പാഞ്ഞെടുക്കുന്നത് കാണാമായിരുന്നു. ഇത് കയ്യാങ്കളിയാവുമോ എന്ന് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നതും.